നേരത്തെ വെച്ചാൽ ഒന്നുകൂടി രസം കേട്ടോ. കൈമല പേരക്ക ഫുൾ പേരക്കെ അതാ ആ മരത്ത് മതി. അപ്പുറത്ത് മരത്ത് മതി. എവിടെ ഇതൊക്കെ എന്താ മരം? അത് നല്ല പേരക്ക. ടാ അത് മറ്റേതാ ടേസ്റ്റ് അല്ലേ? താത്ത് അത് കിട്ടിയതുമില്ല. ഇതാണ് മക്കളെ പേരക്കത്തോട്ടം. പേരക്കത്തോട്ടത്തിൽ കത്തി എറിഞ്ഞപ്പോൾ കത്തിമലാകെ പേരക്ക ഫുൾ പേരക്ക. എത്രയധികം പേരക്കകൾ. ഞങ്ങൾ വയറ് നിറച്ചതിന് ശേഷമുള്ള പേരക്കളാണ് കേട്ടോ ഈ കവറിലുള്ള. ആന കടന്നോട്ടറാ പാവം. ഇത്ര നേരം പേരക്കല്ലേ, പള്ള നിറച്ച് പേരക്ക നട്ട്. എന്തിനു കഞ്ഞി? ഏടെ താത്യാനശം കണ്ടില്ലല്ലോ. ക്യാച്ച് ഇറ്റ്. നോക്കട്ടെ പേരക്ക നോക്കട്ടെ. പള്ളറിഞ്ഞില്ലേ പേരക്കന്നിട്ട്? എത്ര പേരക്ക വാ ക്യാമ്പൊക്കെ രണ്ടും വീണ്. ഇന്ത്യയിലൊന്നും കിട്ടുന്നു. അപ്പൊ കുടുങ്ങൂല. ഏലക്കൃഷി ഉണ്ട് അവിടെ. ഏലക്കൃഷി വീഡിയോ എടുത്തിട്ടോ? അവിടെ ഏലക്കൃഷി ഉണ്ട്. താഴെ ഒരു 3-4 ചുവട് ഏല ഉണ്ട് കേട്ടോ. കായ്ഫലങ്ങളൊന്നും ഇല്ലാതെ ആരും നോക്കാതെ അങ്ങനെ കിടക്കല്ലേ. അപ്പം ഒരു 3-4 ചുവട് നല്ല ഏലുണ്ട്. അത് നമ്മൾ ശുശ്രൂഷിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഏലങ്ങൾ കിട്ടും. ഏലക്കായ് ആ റോട്ടുമ്മ കൂടെ ഇറങ്ങിക്കൂടെ? ഉറുമ്പ് കൂടാ. നമുക്ക് ആവശ്യമുള്ള ഏലം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്താലോ നായി മതി. അത് തടം തുറന്ന് നല്ല വളർത്തെടുത്താൽ മതി. നല്ല നമുക്ക് ഏകദേശം ഈ സൈസുള്ള മതി. മുകളിൽ കൂരട്ടാണല്ലോ. ബേസ് മാത്രം വലുതാക്കിയാൽ മതി. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. മേൽക്കൂര കെട്ടാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള വടികളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോടത്തോളം ഇപ്പോൾ ചെയ്യാം. കയർ പ്ലാസ്റ്റിക് കയർ തന്നെ നമുക്ക് വേണം. ചൂടിക്കയർ ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല, ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടാൻ കഴിഞ്ഞോടത്തോളം നമ്മൾ കെട്ടിയിട്ട് ബാക്കിയുള്ള വടിയൊക്കെ ഇവിടെ മേലെ തന്നെ വെച്ച് നമ്മൾ പോകും. എന്നിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് നേരെ കെട്ടാം അല്ലേ? പ്ലാസ്റ്റിക് കയർ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് കയർ നിർബന്ധമാണ്. അത് ചെറിയ കയറും വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഇതൊന്നും ഇടാൻ കഴിയില്ല. നമുക്ക് ഈ കേറ്റിന കയർ തൽക്കാലത്തിന് കുറച്ച് ഉപയോഗിക്കാം. ഉണ്ടോ? ഉണ്ടോ? നമ്മളിതാ ഇവിടെ കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാ ഈ സൈഡും കൂടി കെട്ടിയിട്ട് നമുക്ക് ഫ്രെയിം വെച്ച് കൊടുക്കാം അല്ലേ? എന്നാ നോക്കാം. എന്താ ക്ലൈമറ്റ് ഒക്കെ. കാടിന്റെ വേറൊരു മൂടല്ലേ കാട് കാണാൻ. ലൈറ്റ് അവിടെ കുറച്ച് ഡാർക്ക്, മറ്റൊരുത്തൊരു ഹിമാലയം മൂടും, പാറകൾ മാത്രം. എന്താല്ലേ, ഇങ്ങനെയാണ് നമ്മൾ വീട് ഉദ്ദേശിച്ചത്. ഓക്കെ,
ഇതാണ് ചെരിവ്, ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. സെറ്റല്ലേ? അത് മനസ്സിലാകണ്ടോന്ന് അറിയില്ല. മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചരാം. ഓക്കെ, ഈ അളവിൽ ഫ്രെയിം, ഇതാണ് ഫ്രെയിം. അപ്പം ഇനി കുറേ വടികളും കുറേ കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് പരിപാടികൾ നടക്കുള്ളൂ. അപ്പം നമ്മൾ താഴേക്കോട്ട് പോകേണ്ടി വരും. കാപ്പിൻ്റെ കുറച്ച് നല്ല നീളമുള്ള കിട്ടണം. വാടാ മക്കളെ, അത് 2 വെക്കാം. മറ്റേ അങ്ങനെ വീണ്ടും വടിയെടുക്കലിൻ്റെ പരിപാടികളാണ്, മരം മുറിക്കലാണ്. അതിൻ്റെ കുറച്ച് വെള്ളം വേണം നമുക്ക് കയ്യും കാലൊക്കെ കേകി പോകുമ്പോഴേ. വെത്തത് അപ്പൻ്റെ അല്ലേ? ഇല്ലല്ല, ഇതാ എവിടെ എങ്ക പാത്താലും ചാമ്പക്കടാ. അത് റെഡ് കളർ ചാമ്പക്ക നോക്ക് അടിയിൽ. അവിടെയൊക്കെ ഉണ്ട് ചാമ്പക്ക. ചാമ്പക്കയുണ്ട്, എന്തൊക്കെ സാധനല്ലേ. പേരക്കും ചാമ്പക്ക എത്രേ കിട്ടിയേ? കൊടംപുളിയാണ്. അതെ അതെ. പിന്നെ കാപ്പികളൊന്നും പറ്റൂല, താഴെയുള്ള കാപ്പികളെ പറ്റൂല. ചാമ്പക്ക ഉണ്ടോ? ആ ഉണ്ട്. ഈ ചാമ്പക്ക മരം ഉണ്ടാവും. ഇതിനൊരു സീസണൊന്നും ഇല്ല. ഫുൾ പേരക്കത്തോട്ടം നിറയെ പേര. വിത്ത് ഇങ്ങനെ വീണാണ്ടേ കൊല്ലങ്ങളായിട്ട് ഇവിടെ ആള് കേറിയിട്ട്. എന്താ എന്താ സ്ഥലം? ഗ്രേറ്റ് സ്ഥലമാണ് ഇത്. വീടാ. കാട്ടിൻ്റെ ഉള്ളിൽ ചാമ്പക്ക മരം കണ്ടോ? ഇത്രേ ഉള്ളു ഇവിടെ ചാമ്പക്കൊക്കെ. നല്ല ടേസ്റ്റ് അല്ലേ? ആ, പേരൊക്കെ ഉണ്ട് അപ്പത്ത്. ഇതാ മറ്റേ സാധനല്ലേ? ഉണ്ടാ ചാമ്പ കഴിഞ്ഞു. എത്രേ പ്ലാവാടോ. പിന്നെയും ഒരു ഉളർന്നതാ കാപ്പി ഉണ്ടല്ലേ നേരെ. എത്ര കാപ്പി എളുപ്പമുള്ളത്. ഇതെടുത്തോ, ഫോട്ടോ എടുത്തോ, വീഡിയോ എടുത്തോ. തലമ്പല്ല എന്തിനാ പറഞ്ഞത്? എത്ര വീടുകൾ അന്ന് നമ്മൾ എത്ര വീടുകൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ. ഞാൻ വിചാരിച്ചു ഞാൻ ഫുള്ള് കണ്ടു കയറുന്ന സ്വർഗം. ഇവിടെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. 1 2 3 4 5 6 7 ഒരു 10-15 വീട് നമ്മളെന്നെ കണ്ടു. പിന്നെ അപ്പുറത്തല്ലേ ആ മറി ഏതാന്നല്ലേ? ഇതൊരു ഐഡിയ ഇല്ല മോനെ. ചാമ്പക്കന്റെ കളർ കണ്ടിട്ടാ രണ്ടെണ്ണം പറിക്കട്ടെ കേട്ടോ. എനിക്ക് മണം കേട്ടോ. ഒക്കെ കീപ്പട്ടാ പോയേ.
കൈകാര്യം ചെയ്ത് നല്ല കളർഫുൾ ചാമ്പക്ക. സ്വർഗത്തിൽ ഒന്നും തിന്നാൻ കിട്ടൂല നിന്റെ വിചാരം. ആ വിചാരം ഞങ്ങൾക്ക് മാറി. അത് മാറി. പേരക്ക ഉണ്ട്, ചാമ്പക്ക ഉണ്ട്. ഇതൊന്നും വളരെ അധികം പഴക്കല്ലാത്ത കേട്ടോ. അതാ ചൂരല്. ഷൂ വെക്കുന്നുണ്ടോ ഓരോ കാലം ശ്രദ്ധിച്ച് വെക്കുന്നുണ്ടോ. ഞാൻ പോയി നോക്കട്ടെ. അതൊക്കെ കിളിയാ, പക്ഷെ അതല്ല. കാല വെക്കുന്ന ഓരോ വണ്ടി. എന്തോന്ന് ഓടി. ആ വരും വരും. ഇവിടുന്ന് സൈറ്റ് സീയിങ് 5 മിനിറ്റോ അരമണിക്കൂറോ കൂടുമ്പോൾ സൈറ്റ് സീയിങ് കിട്ടും. ബട്ട് ഏറുമാടം വരെ കെട്ടണം. നല്ല 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ സൈറ്റ് സീയിങ് കിട്ടും. അരമണിക്കൂർ കൂടുമ്പോൾ സൈറ്റ് സീയിങ് കിട്ടും. സൈറ്റ് സീയിങ് അരമണിക്കൂർ ഗ്യാപ്പിൽ കിട്ടും ഇവിടെ. പക്ഷേ ഏറുമാടം വരെ കിട്ടണം. അത് പരുന്താ. പക്ഷേ നേരത്തെ ഓടിയത് പരുന്തല്ല. കേമാനാവും തോന്നുന്നു. കുഞ്ഞാപ്പോ, ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞ അവിടെ നിന്നോളി. ഡിസ്റ്റൻസ് ഇട്ട് വന്നില്ല, എത്തു കാണൂല. മേ ബി വെള്ളത്തിലെന്തോ ഉണ്ട്.
അവിടെ അവിടെ നിന്നോ. പോര് പോര്. എന്തോ ചളി കളിച്ച് പോയി. നല്ല സ്മെല്ല് ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്. എന്തോരം ജീവികളാ. എന്തോരം ജീവികൾ വന്നു പോകണ്ടല്ലേ. നമ്മളതിന് ശേഷം മണ്ണ് വാരിയിട്ടാണ് മോൾക്ക്. അവിടെയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും പോയി. നമ്മളതിൻ്റെ ശേഷം എത്ര നാളും മണ്ണ് വാരിയിട്ട് പിന്നെയും ഉണ്ടോ മലയെണ്ണ നിൽക്കണുണ്ടോ? മലയെണ്ണാനാണ്. പക്ഷെ മലയെണ്ണ അല്ല, ഇവിടെ വേറെ എന്തോ ഒരു സാധനം ഓടിപ്പോയിന്. കണ്ണിലൂടെ കാണാൻ കഴിയുന്നുണ്ട്, മൊബൈലിലൂടെ കാണൂല. കാലിൻ്റെ അടി മലയെണ്ണ ഉറങ്ങാല്ലേ അല്ലേ? ഉറങ്ങാ അല്ല, പോകുന്നുണ്ട്. പക്ഷെ ആ സാധനം എങ്ങോട്ടാ പോയെന്നില്ല. മ്ലാവോ കേമാനം എന്തോ ആണ്. 1/2 മണിക്കൂർ ഗ്യാപ്പിൽ ഇവിടെ സൈസിങ് കിട്ടും. പക്ഷെ ഇവിടെ കിട്ടണം എന്നേ ഉള്ളൂ. വിളകുയിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവാം, യാത്ര ആരംഭിച്ച്. പറമ്പ് ഒരുപാട് കാണാം. കായ്ഫലങ്ങൾ പറിക്കാം. ഇനി എത്ര കായ്ഫലങ്ങൾ പറിക്കാണ്ടല്ലേ. എന്തൊക്കെയോ ഹിഡനായിട്ട് ഒളിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ. ഉറപ്പാടുണ്ടാവും. അവക്കാടിയും റംബൂട്ടാൻ കുറച്ച് കുഴിച്ചിട്ടാലോ ഇവിടെ. കുറേന്ന് കുറച്ച് തൈ കൊണ്ടുവന്നുണ്ട്. കുഴങ്ങി നോക്കണേ. എൻ്റെ അമ്മ ആ വടിയൊക്കെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നതായിരുന്നു. നോക്കിയാ എന്ത് രസം നോക്കിയാൽ ഫ്രെയിം എടോ വീട് അങ്ങനെ ഫ്രെയിമായി. ഇനി കുറച്ചുകൂടി വടികളൊക്കെ വെച്ച് സെറ്റാക്കണം. കുറേ പണിയുണ്ട്. എന്നാൽ പിന്നെ വെറുതെ ഷീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഏർപ്പാട് കഴിഞ്ഞ്. ബാക്കിയുള്ള കെട്ടിയിട്ട് പോയാലോ? കെട്ടി കഴിഞ്ഞാൽ പിന്നെ കയറിട്ടല്ല പണി ഉണ്ടാവുള്ളൂ. ഓ എന്ത് രസമാടാ കാണാൻ. കിട്ടിയ ഇപ്പം മനസ്സിലായിട്ടോ ഏകദേശം. ഈ ചെരിവാകുമ്പോൾ എന്താ വെച്ചാൽ മഴയൊന്നും കൊള്ളൂല. അവിടുന്ന് നമുക്കൊരു ഷീറ്റ് ഇങ്ങനെ ഇറക്കതായിട്ട്. ഓക്കെ ഓക്കെ മൈ ബാസ്. എന്തൊരു പെട്ടെന്നാണ് ഫ്രെയിം സെറ്റ് ആയതുണ്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതാണ് നമ്മളെ പരിപാടി. ഇനി അതിൻ്റെ വിലങ്ങനൂടെ പോയാൽ സാധനം നമ്മൾ ഒഴിവാക്കും. ഈ 2 വിലങ്ങന അത് നമ്മൾ ജസ്റ്റ് ബേസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിനും വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇനിയിപ്പോൾ ഇതിന് ഫുള്ള് കയറ് കെട്ടിക്കഴിഞ്ഞാൽ അത് മതി, എമ്പാടും. അതിന് കയറ് നമ്മളതിലില്ല, പരിമിതികളുണ്ട്. കുറച്ച് കയറുകളുണ്ട്. അതൊക്കെ കെട്ടി നമ്മൾ ലെവലാക്കിയിട്ട് പോകും. ഷീറ്റും കാര്യങ്ങളൊക്കെ പുതിയ കൊണ്ടുവരണം. അപ്പോൾ ഇതിന് ഫ്രെയിമും കാര്യങ്ങളും സെറ്റാവും. ആ ചക്ക അതിൻ്റെ ഇടെ പോയി. റെഡി അല്ലേ? ഞാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമ്മൾ അടുത്തതിൽ റെഡി ആക്കട്ടോ. ഇതുവരെ ഉണ്ടാവും വലിയ ഹോം. ഇതായിരിക്കും നമ്മൾ എറമാടത്തിലെ കാഴ്ചകൾ. അങ്ങനെ ഉണ്ട്, സെറ്റല്ലേ?
പൊളിക്കും നമ്മൾ. നല്ല ഉറപ്പാട്ടോ, ഒന്നുമില്ല. ഇവിടെ തൂങ്ങി ആടിയാലും ഒന്നുമില്ല. കേട്ടോ കേട്ടോ സെറ്റാണ്. ഇനി ഇത് കയറൊക്കെ കെട്ടിയിട്ടില്ല. നമ്മൾ കയറൊക്കെ വരാണ്ട്, ഇഷ്ടം പോലെ വരാണ്ട്. കണ്ടോ ഒക്കെ കയറ് വരാനാ, ഇഷ്ടം പോലെ സാമഗ്രികൾ വരാണ്ട്. സനോ ഒന്ന് കയറി നോക്ക് എങ്ങനെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വിട വാങ്ങാണ്. ഓക്കെ, ഫ്രെയിമൊക്കെ സെറ്റല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളി. ഉണ്ടോ ഇവിടെ വരെ ഉണ്ട്. ഓക്കെ, ഒരു വീടായിപ്പോൾ, ഇപ്പോൾ ട്രീ ഹൗസായി. ഇത് ആക്കം പോലെ എടുത്താലേ സംഭവം വൃത്തിയാവുള്ളൂ, രസം ഉണ്ടാവുള്ളൂ. ഇത് ഫുള്ള് മരം അടുക്കി വെച്ചാണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പായ ഇട്ടാലോ എന്നാണ് ആലോചിക്കണത്. ഒന്ന് കൈയാണെങ്കിൽ ഒന്ന് കണ്ണിമ്പി നോക്കാം നമ്മൾ എന്താ ചെയ്യാൻ. എന്നാ പോവാ മക്കള്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പോവാണ്. കാരണം ഇനി ടൈമില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ 4ാമത്തെ ദിവസമാണ്. ഇന്നത്തെ രാത്രിയുടെ 4 രാത്രിയായി. അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലത്തിന് വിട വാങ്ങാണ്. അങ്ങനല്ല, ഫുള്ള് പൊതി. എത്ര നോക്കിയാലും താവും. സംഭവത്തിലേ എത്ര ദിവസം ഇവിടെ നിന്നാലും ഇവിടുന്ന് മനസ്സ് മടുത്തിട്ട് പോവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എങ്ങനെയാലും ഇപ്പം നമ്മൾ ഫുഡും വേണം, കുറേ കാര്യങ്ങളുണ്ട്. നാട്ടിലെത്തിയിട്ട് ഒരുപാട് ചുരകളുണ്ട്. വണ്ടീൻ്റെ ചുരമൊക്കെ ഒരു കൊട്ട വന്ന് എടുക്കുന്നുണ്ട്. അത് നാട്ടിൽ റേഞ്ച് കിട്ടി തീരുമാനമാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ചുരകളുണ്ട്. പണ്ട് കിട്ടാത്ത വിഷയം, പണ്ട് കിട്ടിയ വിഷയങ്ങളും ഒരുപാടുണ്ട്. എന്നിട്ട് നമ്മൾ 3 ദിവസം ഇവിടെ നിന്ന് സർവൈവ് ചെയ്തെന്താ നമ്മളെ ആഗ്രഹം കൊണ്ട് നിന്നാട്ടോ. പിന്നെ 3 ദിവസം നിന്നില്ലേ? കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് വീഡിയോ സ്വർഗ്ഗക്കുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഓടി വന്നാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. നമുക്ക് അത്ര തന്നെ ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിൻ്റെ എത്രയോ മടങ്ങി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ സുഖം നമുക്ക് അറിയണം. നോക്കിയപ്പോൾ ഇപ്പോൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റായി, മേൽക്കൂര അത് റെഡിയാണ്. ഇനി കുറച്ച് പണികൾ കൂടി ഉണ്ട്. കുറച്ച് മരങ്ങളും കാര്യങ്ങളും വിലങ്ങ് കുറേ അടിക്കാണ്ട്. ഫുള്ള് നമ്മളാണ് മരം ആക്കിയാലൊന്നും കൂടെ ആലോചിച്ചിട്ടുണ്ട്. ചെറിയ ഇത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഷീറ്റ് ഇടേ, അല്ലെങ്കിൽ പുല്ലുപായ മേയെ. മുകളിൽ പുല്ലുണ്ട് നല്ല ആന എന്ന മേലെ. അതൊന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്ന് ഉണക്കിയാൽ നമുക്ക് അത് കെട്ടിയാൽ നമുക്ക് പായാക്കി ഉപയോഗിക്കും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡാർപ്പായിട്ട് തന്നെ ഇടും ചെയ്യാം. മഴക്കാലം ഫുള്ള് സേഫ് ആവണം. അതാണ് ഇപ്പോൾ നമ്മളെ കാഴ്ചപ്പാട്. ഇത് സംഭവം കുറേ ആലോചിച്ചിട്ട് കുറേ ചിന്തിച്ച്, ഇന്നലെ മിനിയാന്നൊക്കെ ചിന്തിച്ച് ഇതെന്താ ചെയ്യാന്നുള്ളത്. കാരണം കുറേ മരങ്ങളുടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറക്കണം. എപ്പോഴും കൺഫ്യൂഷനാണ്. കുറേയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമ്മൾ പായിടുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരാണ്ട് അവിടെ. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുറേ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. പെട്ടെന്ന് പ്രവീണ് താഴത്തേക്ക് കാറായിട്ട് വരും. നമ്മൾ വണ്ടി എടുത്തില്ലല്ലോ. പ്രവീണ് കാറായിട്ട് വരുമ്പോൾ നമ്മൾ താഴത്തെത്തണം. നടത്തണം. 1/2 മണിക്കൂർ കൊണ്ട് താഴത്ത് ഇറങ്ങി നടന്ന് ഈ ഇറക്കം എന്തായാലും 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇറങ്ങി കഴിയാറുണ്ട്. ഏത് ഫോറസ്റ്റ് എത്തി ആ വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്തും. വണ്ടീൻ്റെ അടുത്ത് എത്താൻ എന്തായാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്താവും. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയാൽ മാത്രമേ ഓൻ്റെ അടുത്ത് എത്തുള്ളൂ. പിന്നെ ഓൻ പോസ്റ്റ് ആവും. അതിൻ്റെ ഫയർ കൂടി കേൾക്കുന്നുണ്ട്. എല്ലാവരും പ്രഷറിൻ്റെ ആൾക്കാരാണ്. എസ്പെഷ്യലി നമ്മൾ അടക്കിയിട്ടുള്ളൂ. ആരും പറയാൻ പറ്റില്ല. ഓനെ മാത്രം പറഞ്ഞിട്ട് എല്ലാവരും ഒരേപോലെയാണ്. ഒന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫയറാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കാം. വരെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് പിന്നെ വീണ്ടും ഈ ആഴ്ച ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. നിങ്ങൾ ഒരു പ്രയാസമില്ല, നമുക്കൊരു വിഷയമില്ല. നമ്മൾ നിന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾക്കും ഭയങ്കര ഹാപ്പി അല്ലേ ഇവിടെ വരുന്നതിന്. അപ്പോൾ ഓക്കെ കേട്ടോ, നമ്മൾ താഴത്തെത്തട്ടെ, പോട്ടെ. ഓക്കെ, ബാക്കി കാണാം. ഞങ്ങൾ പോവാട്ടോ. ഇതാ ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കത്തിച്ചു. നമ്മൾ പോകണം. ഓക്കെ, ഭയങ്കര സങ്കടം ഇവിടെ നിറക്കുമ്പോൾ അല്ലേ. ഇനി എന്തൊക്കെയോ തലയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ. എന്തൊരു സമാധാനം. എന്താ ചെയ്യുക, പോയി വരാം മകനെ, പോയി വരാം. നിന്നെ പിരിയാൻ വയ്യ, എന്നാലും വേണ്ടില്ല, പോയി വരാം. ഓക്കെ, അടുത്ത ഏർമാടത്തിന് കുറച്ച് അറ്റകുറ്റപ്പണികൾ എടുക്കണം. കുറേ മരങ്ങൾ ഉണങ്ങുന്നതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പ് വരും. ഇപ്പോൾ ഉണങ്ങി ഏകദേശം ആയിന്. അപ്പം ഇനി നമുക്ക് ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നാൽ പോവാ, എന്നാ വാ. ഷോർട്ട് വേ അടിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഏർമാടത്തോട് എന്തോ ഒരു വിഷമാണ് ഇവിടുന്ന് പോകുമ്പോൾ. സത്യമായിട്ട്
തിരിച്ചറിഞ്ഞ ഫീലല്ലേ? നാളെ സ്കൂളുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഫീലാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. നാട്ടിൽ പോയിട്ട് ഭ്രാന്ത്, ടിപ്പർ, ചൊറകൾ, മാങ്ങ, തേങ്ങ. ഇന്ന് രാത്രി തന്നെ തൃശ്ശൂർ പോകേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഇവിടെ അങ്ങോട്ട് നല്ല നല്ല കഴിച്ചിലാട്ടെ. ഇനിയിപ്പോൾ സൗണ്ടും ഒച്ചപ്പാടുകളും ബഹളും എന്തല്ലേ. ആ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറേ ചെറിയ ചെറിയ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കിയല്ലേ. അപ്പോൾ എന്തൊക്കെയോ മറന്ന പോലെ ഉണ്ട്. ഒരു 5-6 മാങ്ങ ഇവിടെ ഓടിയോ? എന്നാ കേമാന വാ, കേടാ കേടാ. ഇതിലായിരുന്നു നമ്മളെ ഏരിയ പോകുന്നേ പറലി. ഇതൊക്കെ ഏതാ വേണ്ട ഈ വയ്യടോ? റോഡ തന്നെ മനസ്സിലായി. ഇതിലൊന്നും അല്ലല്ലോ വരല്. അങ്ങനെ നമ്മൾ കാട് കടന്നിട്ട് മക്കളെ, കാട് കടന്നു. റിസ്ക്കും ഒന്നുമില്ലാതെ നമ്മൾ സേഫായിട്ട് കാട് കടന്ന് നാട്ടിലേക്ക് എത്തി. ഒരു സുഖം അവിടെ എത്തുമ്പോൾ. ചൂടിൻ്റെ ഒരു സുഖേ, വല്ലാത്തൊരു ഫീലാ ചൂട് ഇങ്ങോട്ട് കയറുന്നത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഫുൾ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ഫുൾ ഫ്രൂട്ട്സാണ്. ഇവിടെ വന്ന് തിരിച്ചു പോയതാണല്ലോ അല്ലേ? ആ ധാരാ കയറി ഓഫ് റോഡിങ് അവിടെ നിന്ന് ആരും കയറ്റി വിടൂലല്ലോ. ഒന്നേ ഇപ്പല്ല ഈ പറമ്പിന്റെ മുതലാളിമാരോ അല്ലെങ്കിൽ ഈ പറമ്പ് നോക്കാൻ വന്നാലോ കേൾക്കും കൊടുക്കണ്ടല്ലോ താഴെ ഭാഗത്ത്. അല്ല ഇവിടെ ആരും കയറ്റി വിടൂലല്ലോ മുകളിൽ. അവിടുന്ന് ഉള്ളിൽ ആരും വണ്ടി കയറ്റി വിടൂല. അങ്ങനെ നമ്മളെ കയറ്റി വിടുള്ളൂ. ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇവിടെ ആരെങ്കിലും വന്നണോ പോയിണോ ഇപ്പൊ നമുക്ക് എന്താ അറിയോ, അങ്ങനെ ഒരു ശീലമായിപ്പോ കാട്ടിൽ കയറി ഒരു ജസ്റ്റ് ഒരു ക്യാമറ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എങ്ങനെ ഞാൻ നോക്കട്ടെ. എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോഴത്തെ നമ്മളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അത്രയും ഡള്ളിലാണ് പോകണേ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടെ പോകും, അവിടെ നോക്കുമ്പോൾ ഇവിടെ പോകും എന്ന് പറഞ്ഞിട്ട് തട്ടിയൊപ്പിച്ച് പോകാനേ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മൾ കുറേ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ജീവിച്ച് പോകാനുള്ള വരുമാന മാർഗ്ഗമേ ഉള്ളൂ. നമ്മളെ ബിസിനസ്സും കാര്യമൊന്നും നോക്കുന്നില്ല. നമ്മളൊക്കെ ഒരു ഭാഗത്തേക്ക് എല്ലാവരും ജോലിയൊക്കെ ഒഴിവാക്കി വരുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. വ്ളോഗായിട്ട് കടുവനെ വിടാം, പുലിനെ വിടാം. ലെപ്പേർഡ് ഉണ്ടെന്നുള്ള ഇത് കണ്ടറിഞ്ഞൂടെ? ആ ഫുഡ് പ്രിന്റ് കറക്റ്റ് ഇല്ലേ? എല്ലാം അറിയാം. അവിടെ നോക്കിയേ, ഇവിടെ എത്തുമ്പോൾ വേറെ ഫീലല്ലേ. ഇത് ഓപ്പൺ എയർ ആയിട്ട് മൊത്തം ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു രസമാണ്. പക്ഷെ ചൂടാണ് ഇവിടെ. പേരക്ക ടൈമിൽ ഇത് നല്ല രസമുള്ള പേരൊക്കെ, പ്രത്യേക ഒരു മധുരം അത്. അങ്ങനെ നമ്മൾ താഴേക്കെത്തി. പ്രവീണിനെ വിളിച്ചു നോക്കും, ഇവിടെ വരെ കാർ കൊണ്ടുവരാൻ കഴിയുമോ? പിന്നെ ഇത് അവിടെ വരെ വന്നത്. നമുക്ക് ഇവിടെ വരെ അലൗഡ് ഉണ്ട് കേട്ടോ. ഉണ്ടോ കാറ്? ആ സ്വിഫ്റ്റ് കണ്ടോ? പ്രവീണ് കൂട്ടാൻ വന്ന
നമ്മളേ താഴത്തേക്ക് എത്തി അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ തുരങ്കപാതൻ്റെ വർക്ക് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ആർക്കും പ്രവേശനമില്ല, പുറത്തുനിന്ന് ആർക്കും അനുമതി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആരും കാർ എത്തിയിട്ട് വരാൻ നിൽക്കണ്ട, നമ്മളിങ്ങനെ കൂട്ടാനായതുകൊണ്ട് വന്നാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ വരും. ഇനി പെൻഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ.